ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഉച്ചയൂണിൻ്റെ വിഭവമാണ്. അമരയ്ക്ക തോരനാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോണത് അമരയ്ക്ക തോരനാണ്. അപ്പോൾ അമരയ്ക്ക നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ അതിൽ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ബീൻസ് കടന്നിട്ടുണ്ട്, അതും കൂടെ അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് വറുത്തു, കറിവേപ്പില ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അത് വേകാനുള്ള വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു അത് നമ്മൾ നല്ലപോലെ അടച്ച് ഒരു 10 മിനിറ്റ് വേകാൻ വയ്ക്കുക. തോരനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ, 3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂണ് ജീരകം, 3 ചെറിയ ഉള്ളി, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് തോരൻ്റെ പരുവത്തിന് അരച്ചെടുക്കാം. വലുതായിട്ട് അരഞ്ഞു പോരുത്, തോരൻ്റെ പരുവത്തിന് അരച്ചെടുക്കുക. അത് അരച്ചെടുത്തതിന് ശേഷം അമരയ്ക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തോരൻ്റെ പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ് ഒന്ന് ആവി കയറാൻ വയ്ക്കുക. അപ്പോഴാണ് ഈ അരപ്പൊക്കെ വെന്ത് വരിക. അപ്പോൾ നമ്മുടെ അമരയ്ക്ക തോരൻ്റെ അരപ്പിലെല്ലാം ആവി കയറി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഉയർത്തിയെടുക്കാം, അല്ലെങ്കിൽ മൊരിച്ചെടുക്കാം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് വെള്ളം വറ്റിച്ച് ഒരു 5 മിനിറ്റ് വേണമെന്നില്ല, 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റ് പരിവാവും തോരേണ്ടത്. നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.